2005 UCL ഫൈനൽ. AC മിലാന്റെ ലാസ്റ്റ് പെനാൽറ്റി കിക്ക് എടുക്കാൻ ഷിൻചെങ്കോ തയ്യാറെടുക്കുന്നു. ഇസ്തൻബുളിന്റെ ആകാശ പരാധാനിയിൽ ലിവർപൂൾ ആരാധകർ ഒരു ആൻഫീൽഡ് വൈബ്സ്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കംബാക്ക് അന്ന് സംഭവിച്ചു. ഒരു മിറക്കിൾ. ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരം മൊണോക്കോയെ 2-0 പരാജയപ്പെടുത്തിയ ലിവർപൂൾ പിന്നീടുള്ള മത്സരങ്ങളിൽ തുടർച്ചയായി തോൽവികൾ നേരിടാൻ തുടങ്ങി. ഗ്രൂപ്പ് സ്റ്റേജിന്റെ അവസാന മത്സരം എത്തുമ്പോഴേക്കും ലിവർപൂൾ 7 പോയിന്റുമായി 3-ാം സ്ഥാനത്തായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ ഗോൾ ഡിഫറൻസിന്റെ ബലത്തിൽ ലിവർപൂൾ UCLന്റെ നോക്കൌട്ട് സ്റ്റേജിലേക്ക് കടക്കുന്നു. അടുത്ത മത്സരം ലിവർപൂൾ ലെവർകൂസനെ 6-2 എന്ന ഹ്യൂജ് അഗ്രഗേറ്റ് സ്കോറിൽ ഈസിയായി പരാജയപ്പെടുത്തി. പക്ഷേ അടുത്ത മത്സരം ലിവർപൂളിന്റെ ഈ യുവന്റസ് ടീമിനെ ആയിരുന്നു നേരിടേണ്ടിരുന്നത്. സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച്, പാബ്ലോ നെഡ്വെഡ്, കനവാരോ, ബഫൺ തുടങ്ങിയ ലെജൻഡറി പ്ലേയേഴ്സിനെ നേരിടാൻ UCLന്റെ ക്വാർട്ടർ ഫൈനലിൽ ലിവർപൂൾ അണിനിരന്നു. ലൂയി ഗാർഷ്യയുടെ ഈ ഡിപ്പിംഗ് ഷോട്ടിലൂടെ ലിവർപൂൾ തങ്ങളുടെ ഹോമിൽ യുവന്റസിനെ 2-1 എന്ന സ്കോർ ബോർഡിൽ പരാജയപ്പെടുത്തി. സെക്കൻഡ് ലെഗ് 0-0 ഡ്രോയിൽ കലാശിച്ചപ്പോൾ ലിവർപൂൾ സെമിയിലേക്ക് പ്രവേശിച്ചു. അവിടെ ലിവർപൂളിനെ കാത്തിരുന്നത് ജോസെ മൗറീനോയുടെയും റോമൻ എബ്രഹാമോവിച്ചിന്റെയും ചെൽസി ആയിരുന്നു. ആ കൊല്ലം പ്രീമിയർ ലീഗ് വിന്നറായിരുന്ന ചെൽസി ലിവർപൂളിനെ 3 വട്ടം പരാജയപ്പെടുത്തിയിരുന്നു. പക്ഷേ ലൂയി ഗാർഷ്യയുടെ ഈ ഗോസ്റ്റ് ഗോളിന്റെ ബലത്തിൽ ലിവർപൂൾ ചെൽസിയെ പരാജയപ്പെടുത്തി. ഈ ഗോളിനെ പറ്റി കുറേയധികം ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ആ ഗോൾ ലിവർപൂളിന് കൊടുത്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ ഒരു പെനാൽറ്റിയും പീറ്റർ ചെക്കിന് അവിടെ ഫൗൾ ചെയ്തതിന് റെഡ് കാർഡും കൊടുത്തിട്ടുണ്ടാകുമെന്ന് ആ മത്സരം കൺട്രോൾ ചെയ്ത റെഫറി ലോ ബോൾസ് മത്സരശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ലിവർപൂൾ ശക്തന്മാരായ ഓപ്പോണേഴ്സിനെ പരാജയപ്പെടുത്തിയായിരുന്നു ഫൈനലിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ അവരെ തേടി ഫൈനലിൽ കാത്തിരുന്നത് കാർലോ ആൻസെലോട്ടിയുടെ AC മിലാനായിരുന്നു. ഓൾ ടൈം ഒരു ലെജൻഡറി ടീം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന എല്ലാ ഓമ്പന്മാരും ഈ ടീമിൽ ഉണ്ടായിരുന്നു. മറിച്ച് ലിവർപൂളിന്റെ ടീം നോക്കുകയാണെങ്കിൽ ജാമി കാരഗർ, സാമി ഹൈപ്പള ആണ് സെൻട്രൽ ബാക്സ്. ഈ ടീമിൽ സാബി അലോൺസോയും സ്റ്റീവൻ ജെറാർഡും ലൂയി ഗാർഷ്യയും മാത്രമാണ് ആരാധകർക്ക് പ്രതീക്ഷ കൊടുത്തിരുന്നത്. മത്സരം തുടങ്ങി 50 സെക്കൻഡിനുള്ളിൽ തന്നെ പാബ്ലോ മാൽദിനി യുവന്റസിനെ സ്കോർ ചെയ്യുന്നു. പിന്നീട് ഫസ്റ്റ് ഹാഫിൽ തന്നെ കക്കയും ഷിവ്ചെങ്കോയും ക്രെസ്പോയും എല്ലാം ലിവർപൂളിന്റെ ഡിഫൻസ് ചന്നം പിന്നെ ചിതറിപ്പിച്ചു. അങ്ങനെ ക്രെസ്പോ മിലാനു വേണ്ടി 2 ഗോൾ അടിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ സ്കോർ ബോർഡ് 3-0 എന്ന നിലയിലായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ ലിവർപൂളിന്റെ കോച്ചായ റാഫ ബെനിറ്റസ് കളി 7+ ഗോളിന്റെ തോൽവിയിലേക്കാണ് പോകുന്നത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഡിഫൻസീവായ പ്ലേയേഴ്സിനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി. ഈ കാര്യം പിന്നീട് ജാമി കാരഗർ സ്കൈ സ്പോർട്സിലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്റ്റീഫൻ ജെറാർഡ്, ലൂയി ഗാർഷ്യ, മിലാൻ ബാറോസ് എന്ന 3 അറ്റാക്കേഴ്സിനെ വെച്ച് ലിവർപൂൾ അണിനിരന്നു. മത്സരത്തിന്റെ അവസാന 6 മിനിറ്റ് സ്കോർ ബോർഡ് ഇപ്പോഴും 3-0. എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷങ്ങൾ സ്റ്റീവൻ ജെറാർഡിനെ ഗട്ടുസോ പുറകിൽ നിന്ന് തള്ളിയിടുന്നു. എന്നാൽ ആ അലോൺസോയുടെ പെനാൽറ്റി ടീഡ സേവ് ചെയ്തുവെങ്കിൽ ഒരു റീബൗണ്ടിലൂടെ സാബി അലോൺസോ ഗോളാക്കും. അങ്ങനെ വെറും 6 മിനിറ്റിനുള്ളിൽ കഫു, നെസ്റ്റ, ജാബ്സ്റ്റ, മാൽദിനി എന്നിവരുടെ AC മിലാൻ ഡിഫൻസിനെതിരെ ലിവർപൂൾ 3 ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ലിവർപൂൾ 5-4 മുന്നിട്ട് നിന്നു. ലിവർപൂളിന്റെ ഗോൾസിന്റെ ഭൂരിഭാഗവും സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഡിഫൻസീവ് പ്ലേയേഴ്സ് ആയിരുന്നു സ്കോർ ചെയ്തത്. അങ്ങനെ AC മിലാന്റെ ലാസ്റ്റ് പെനാൽറ്റി കിക്ക് ഷിവ്ചെങ്കോ സെന്ററിലേക്ക് തൊടുക്കുന്നു. ഇതുപോലുള്ള കംബാക്കുകൾ ലിവർപൂളിന് സർവ്വസാധാരണമാണ്. വെറുതെയല്ല നമ്മൾ ലിവർപൂൾ പ്ലേയേഴ്സിനെ പെനാൽറ്റി മോൺസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ടതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓൾ ടൈം ലിവർപൂൾ പ്ലെയർ ആരാണ് എന്ന് കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you, sir. Go get him. Oh!
Very impish.